ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ എനിക്കൊരു ചെറുതായിട്ടൊരു സന്തോഷമൊക്കെ വന്നു. കാരണം അമ്മയ്ക്ക് നല്ല ആശ്വാസമുണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ല സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ അല്ലേ. വീട്ടിലെ വിശേഷങ്ങൾ, ഞാൻ എന്തൊക്കെ ചെയ്തു, ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങൾ, എല്ലാം കൂടെ കൂട്ടിയുള്ള വിശേഷങ്ങളല്ലേ നമുക്കുള്ളത്. എല്ലാവരും എൻ്റെ ചാനലിനകത്തുള്ള എല്ലാവരും എന്നോട് എല്ലാ ദിവസവും തിരക്കാറുണ്ട്. ഞാൻ ഇനി കുറേ ആൾക്കാരുടെ വീഡിയോയും കൂടെ ഒക്കെ കാണാനുണ്ട്. കാരണം നമ്മുടെ ഒരു പരിതസ്ഥിതി അനുസരിച്ചാണ് കാണാത്തത്, അറിയാലോ. അപ്പം എല്ലാം ഞാൻ കണ്ടോളാം. ഒറ്റ മനുഷ്യർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാതിരിക്കത്തില്ല, എല്ലാവർക്കും ഞാൻ സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ജോമക്കുട്ടിയാണെങ്കിലും ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെ കൊണ്ടുവന്നു. അത് ചോദിച്ചല്ലോ ദൈവമേ, എൻ്റെ വീട് ഇവിടെ കുറച്ച് പോയാൽ മതി, അത് ചോദിച്ചല്ലോ. ഞാൻ എന്താണേലും രാവിലെ വീട്ടിലോട്ട് പോകുന്നില്ലേ, അപ്പം നമുക്കുള്ള എല്ലാം ഇങ്ങ് കൊണ്ടുവരുമല്ലോ. എനിക്കാണെങ്കിൽ പണ്ടേ ഉള്ളതാണ്, ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമില്ല. അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് ഞാൻ, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പം നമ്മൾ രാവിലെ തന്നെ ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പം ഇന്ന് രാവിലെ എല്ലാം വെച്ചിട്ട് വേണം. അപ്പം ഇന്ന് നമുക്ക് ഇഡ്ഡലി സാമ്പാറിനെ ചേർക്കാൻ വെച്ചേക്കുന്നു, വേവിച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഞാൻ ആ കൂട്ടത്തിൽ തന്നെ പാവയ്ക്ക ചിങ്ങി മെഴുക്കുരട്ടിയും വെച്ചു. ഇത് വഴറ്റി അങ്ങൊരു കറിയാക്കി വെച്ചാൽ നമുക്ക് നാളെ വൈകിട്ടത്തേക്ക് ഇവർക്ക് ചപ്പാത്തിക്ക് ഇവർക്ക് തന്നെ എടുത്തൊന്ന് ചൂടാക്കാമല്ലോ. ചൂടാക്കിയെടുത്ത് ശാലശാലം ചൂടാക്കിയെടുത്ത് ചപ്പാത്തിക്ക് എടുത്താൽ മതിയല്ലോ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഗോതമ്പ് ദോശയും കൂടെ കലക്കി വെച്ചേക്കുവാണ്. അതായത് അത് ഇന്ന് വൈകിട്ടത്തേക്കുള്ളതാണ്. ഇന്ന് വൈകിട്ടത്തേക്ക് സാമ്പാറും ഗോതമ്പ് ദോശയും കൂടെ ഇവർക്ക് കഴിക്കാമല്ലോ. പിന്നെ ചോറായി. ഇന്നലെ വൈകിട്ട് തന്നെ മീൻകറിയും വെച്ച് പുളിശ്ശേരിയും വെച്ചുകൊണ്ട് ഇന്ന് ഇവർക്ക് മീൻകറിയുണ്ട്, പുളിശ്ശേരിയുണ്ട്, മെഴുക്കുരട്ടിയുണ്ട്. അപ്പോൾ അവരുടെ കാര്യമൊക്കെ ആയി. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതും കൂട്ടി ഞാനങ്ങ് പൊതിച്ചോറും കൊണ്ടുപോകും. പിള്ളേർക്ക് മീൻ പുരട്ടി വെച്ചിട്ടുണ്ട്, ഇപ്പം വറുത്തങ്ങ് വെക്കുവാണ്. അപ്പം അത്രയും ഓക്കെ ആയില്ലേ. അങ്ങനെ രാവിലെ ഒരു വിധത്തിൽ എല്ലാം ഓക്കെ ആക്കി ഞങ്ങളെല്ലാവരും കൂടെ കൊച്ചു മൂത്തയാളിന്നുണ്ടല്ലോ, അപ്പം കാറിന് പോകാമെന്ന് വെച്ച് ഞങ്ങളെല്ലാവരും കൂടെ കാറിനങ്ങോട്ട് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളപ്പൊക്കൊക്കെ ഇറങ്ങി കേട്ടോ, വെള്ളമൊക്കെ ഇറങ്ങി. അതുകൊണ്ട് അതിലൊരു വലിയ സന്തോഷം കാണിച്ചു. കണ്ടോ, അത്ര വരെയായി. വെള്ളം ഇറങ്ങിപ്പോയി. എല്ലാം അതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നിച്ച് വെച്ചേക്കുക. ഉണ്ട്, അവളമാർ നോക്കുക എങ്ങോട്ടാ ഞാൻ എന്നും ബഹളം വെച്ച് പോകുന്നതെന്ന് കേട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. ചേട്ടനും മോനും എല്ലാം റെഡിയായി. ഒരാളവിടെ റെഡിയാവുന്നു, ചേട്ടൻ റെഡിയായി. പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അതെ, ഞങ്ങളിവിടെ എത്തി കേട്ടോ. അതേ കൊച്ചു മകൻ കയറി അമ്മമ്മ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. കാണാതിട്ട് ഭയങ്കര, വലിയ മകൻ ഇതൊക്കെ കണ്ടിട്ട് അവനിതൊന്നും കാണാൻ പറ്റത്തില്ല. ഭയങ്കര വിഷമാണ്, ഇതൊന്നും കാണാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് ഇപ്പൊ ഇച്ചിരി ആശ്വാസമില്ലേ അമ്മേ? എല്ലാരും ചോദിക്കുന്നുണ്ട് അമ്മമ്മയുടെ കാര്യം. അല്ല, നടക്കാലോ, പക്ഷെ വേദന കുറഞ്ഞാല് അല്ലേ. ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ, പിടിച്ചാണെങ്കിലും നടക്കുന്നുണ്ട്. നന്ദുക്കുട്ടനിങ്ങനെ ചേട്ടൻ താണ്ടിരിക്കുന്നു. ഇവിടെ രണ്ടുപേരും കൂടെ ഇരിക്കുന്നു. ഡി, നീ ഇത്രയും നേരം ഇവിടെ ഇരിക്കുവായിരുന്നല്ലേ? രണ്ടാമത്തെ ഞാൻ മനസ്സിലായി. രണ്ടാമത്തെ അവളെ ഇരുത്തിയിട്ടല്ലേ നിന്റെ അടുത്ത. അവൾക്ക് പല്ലുമില്ല, ഒന്നുമില്ല. പല്ലില്ലെങ്കിൽ ജീവിക്കും. ചേട്ടനെ കണ്ടിട്ട് എത്ര ദിവസമായെന്നറിയാവോ നിങ്ങൾക്ക്? പോയി, അവിടുന്ന് പോയി. എന്റെ ചേട്ടനെ ഞാൻ ഇന്നലെ മുഴുവൻ കണ്ടു. അങ്ങനെ കൊടുത്തു കേട്ടോ. പാവം, ഞാൻ തിങ്കളാഴ്ച വന്ന ഞാനാ ചേട്ടനെ കാണുന്ന 5 മിനിറ്റും 10 മിനിറ്റും ഒക്കെ. അല്ല, പാവം, ഞാൻ വായിച്ചു വന്ന. അപ്പോഴേ ചേട്ടന്മാരൊക്കെ അങ്ങ് പോയി. രണ്ടുപേരും പിന്നെ പിള്ളേർ രണ്ടും ഒക്കെ വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം ഇവിടെ കിടക്കാമെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് ഒരെണ്ണം വിരിച്ചു. ബെഡ്ഷീറ്റ് കാണണം.
ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബെഡ്ഷീറ്റ് മാത്രമല്ലേ, അവിടുന്ന് മെത്ത വരെ ഇവിടെ കൊണ്ട് തന്നേക്കുവാണ് ചേട്ടനൊക്കെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു മെത്ത കിടന്നാൽ മതി, മെത്ത വിരിച്ച് അതിൻ്റെ മേളിൽ ബെഡ്ഷീറ്റും വിരിച്ച് വേണം കിടക്കാൻ. ഇവള് ഈ മേളിലാണല്ലോ കിടക്കുന്നത്, പാവം നടുവേനക്കാരിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഞാൻ അവിടെ കൊടുത്തു. ഞാൻ കൊടുത്തില്ലല്ലോ, അവൾ കയറി എടുക്കും. ഇവിടെ കിടപ്പുണ്ട്, ഇതേ കിടക്കുന്നു. ഇവിടെ കിടന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. കേട്ടോ, ഇതാ കിടക്കുന്നു. അനന്തശയം കിടക്കുവാണ് അവിടെ കിടന്നാട്ടോ കേട്ടോ. അപ്പം എല്ലാവർക്കും ക്ഷീണമില്ലേ. അപ്പം അമ്മ അതെ സുഖമായിട്ട്, അമ്മയ്ക്ക് നല്ല ആശ്വാസമുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് നല്ല ആശ്വാസമുള്ളതല്ലേ എനിക്ക് സന്തോഷമായത്. അപ്പം ഇന്നലത്തെ കഥ കേൾക്കണോ? ഇന്നലെ ഞാൻ വീട്ടിൽ ചെന്നുടനെ എൻ്റെ പിള്ളേരെ ആക്രാന്തെന്ന് പറഞ്ഞ ഒരിക്കലും നമ്മൾ നമ്മുടെ ആഹാരങ്ങൾ കളയല്ല കേട്ടോ. കാരണം ആഹാരം തിന്നാഞ്ഞിട്ടല്ല, കുടിക്കാഞ്ഞിട്ടല്ല എന്നുമല്ല. നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെ വെള്ളം കുടിക്കുന്ന ഒത്തിരി ഒന്നും കുടിക്കത്തില്ലല്ലോ. വീട്ടിലാണെങ്കിൽ ഒരു ലൈം ജ്യൂസ്, നമ്മുടെ ചൈനീസ് ഓറഞ്ചിൻ്റെ ജ്യൂസ്, ഇതെല്ലാം നമ്മളെടുത്ത് ഇടയ്ക്കൊക്കെ കലക്കി കുടിക്കത്തില്ലേ. ഇവിടെ ആകുമ്പോൾ അതൊന്നും ചെയ്യുന്നില്ലല്ലോ. വെറും വെള്ളം ഇഷ്ടംമാതിരി മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു 6:30 മണിയായപ്പോൾ അപ്പം മത്തി വറുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചോറുണ്ണാഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നലെ രാത്രി നന്നായിട്ട് അങ്ങോട്ട് ചോറുണ്ണണം, ഒരു കൂന ഉണ്ണണം എന്ന് വിചാരിച്ച്. അന്നേരമാണ് അത് 8:30 ആവുമല്ലോ ചോറുണ്ണുമ്പോൾ. പിള്ളേർക്ക് ചോറാന്നൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പം ഒരു 6:30 ആയപ്പോൾ ദാഹം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ദാഹമുണ്ടോ, ദാഹിച്ച് വലഞ്ഞിട്ട് 2 നാരങ്ങ അങ്ങോട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ചരുവം വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് ഞെക്കി പിഴിഞ്ഞ് നിറച്ചങ്ങോട്ട് കുടിച്ചു. വയറങ്ങ് വീർത്ത് വെള്ളം കുടിച്ച് ശരിക്കും നിറച്ച് കുടിച്ചു. അന്നേരം ഒരു ആശ്വാസമായ. ആഹാരം കിട്ടിയില്ലെങ്കിലും വെള്ളം അങ്ങോട്ട് കുടിച്ചപ്പോഴത്തേക്കും ഭയങ്കര സുഖം. കുടിച്ച് കഴിഞ്ഞപ്പോൾ 8:30 ആയപ്പോൾ എവിടുന്ന് അതിനും വേണ്ടി ചോറ്, ആ കൊതി പറഞ്ഞ പോലെ മത്തിയൊന്നും കൂട്ടി ചോറുണ്ടില്ല കേട്ടോ. എൻ്റെ പൊന്നെ, എന്താണേലും ഭയങ്കര ഒരിതായിരുന്നു ആ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പം ആ ഒരു ആക്രാന്തം ഇന്ന് ഉച്ചയ്ക്കാണ് തീർത്തത്. ഉച്ചയ്ക്ക് ഞങ്ങൾ 2 കൂടി ഇരുന്നു. ഉച്ചയ്ക്ക് തീർത്തതെന്നല്ല, തീർക്കണം. അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പാണ് ഇനി. ഈ റെസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് വേണം ചോറെടുത്ത് ഉണ്ണാൻ. അപ്പം ഞാൻ എന്താണേലും നമ്മുടെ ചേട്ടന്മാരൊക്കെ ശരിക്കും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ വേണ്ടിയെന്നാണ് 2 പേരും ചോദിക്കുന്നത്. അല്ലാതെ അവർ മാറി നിൽക്കുവോ അങ്ങനെയുള്ള ഒരിത്തുമില്ല കേട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം. എല്ലാവരും കൂടെ ഇവിടെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. പെണ്ണുങ്ങൾ വേണ്ടേ, പെണ്ണുങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മമാരുടെ കൂട്ടത്തിൽ ബാത്റൂമിൽ പോകണം അല്ലേ. ഇപ്പോൾ അമ്മയ്ക്ക് ചുമ്മാ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്നാൽ മതി കേട്ടോ, ഒന്ന് പതുക്കെ തൊട്ട് കൊടുത്താൽ മതി. നമുക്കൊരു പേടിയല്ലേ, ഇത്രയും മരുന്നൊക്കെ ചെല്ലുന്നതുകൊണ്ട് എങ്ങാനും തലകറങ്ങുമോ ഒക്കെ ചെയ്യുമെന്നാ. അതുകൊണ്ട് നല്ലൊരു ആശ്വാസം കേട്ടോ. അപ്പം ഞാൻ ഈ നിലത്തിരുന്നേ പറയുന്നു കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുക, ഒന്ന് നീണ്ടു നിവർന്നങ്ങ് കിടക്കും. സിസ്റ്റർമാർക്ക് തന്നെ ചിരിയാണ്. അവർക്ക് ഞങ്ങളുമായിട്ട് ഭയങ്കര കമ്പനിയാണ് സിസ്റ്റർമാരെല്ലാം. എനിക്ക് ഇവിടുത്തെ സിസ്റ്റർമാരെ പണ്ടേ അറിയാവുന്നതാണ്. കാരണം കരിപ്പാൽ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ അച്ഛൻ കിടന്ന ആ സിസ്റ്റർ തന്നെയാണ്. അച്ഛന് എത്ര വർഷത്തെ ചികിത്സ ഉണ്ടായിരുന്നു നമ്മുടെ കൃഷ്ണകുമാർ ഡോക്ടറെ. പക്ഷേ കിടപ്പൊന്നും അല്ലായിരുന്നു. അച്ഛൻ തന്നെ പയറ് പോലെ ഓടി നടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഡോക്ടറുടെ ചികിത്സ ഇരുന്നിട്ടാ. അതോ എന്ത് നല്ല ഡോക്ടറാണെന്നറിയാമോ. എൻ്റെ ദൈവമേ, ഞങ്ങളോട് പറഞ്ഞു TV ഒക്കെ എന്നാ വെക്കാത്തതെന്നിട്ട്. TV ഉണ്ടല്ലോ, TV എന്നാ വെക്കാത്തേ, അമ്മയ്ക്ക് സന്ധ്യയാകുമ്പോൾ സീരിയൽ വെച്ച് കൊടുക്കണം, സിനിമ വെച്ച് കൊടുക്കണം, നിങ്ങളും ഇരുന്ന് കണ്ടോ, ഇതൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിട്ട് പോകുന്നത്. അത്ര കമ്പനിയാട്ടോ. അതോ സിസ്റ്റർമാരാണെങ്കിലോ എന്തോ ഒരു കൂട്ടാന്നറിയാവോ, ഭയങ്കര കൂട്ടാ. അവരിവിടെ വന്ന് കുറേ നേരം വർത്താനൊക്കെ പറയും. ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളോട്. അത്ര കമ്പനിയാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അത്ര കൂട്ട്, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷേ നേരത്തെ നമ്മുടെ നിൽക്കുന്ന പോലെ ഇരിക്കും അല്ലേ നമ്മളോടുള്ള ആ പ്രതികരണം, ആ കാഴ്ചപ്പാടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പം ഞാൻ കുറച്ച് നേരം കൂടെ റെസ്റ്റ് എടുത്തിട്ട് നമുക്കിനി ചോറിനാൻ നേരം കാണാം. അമ്മ ചോറൊക്കെ കൊണ്ടിട്ട് മിടുക്കിയായിട്ട് അവിടെ കിടക്കുക കേട്ടോ. ഒരു ഇതായിട്ട് മേടിച്ചു കൊണ്ട് വെച്ചേക്കുക നമ്മുടെ വെള്ളമൊക്കെ. ഇത് ഞങ്ങളിപ്പം വന്നപ്പം ചേട്ടനൊക്കെ മേടിച്ചതാണ്. നമുക്ക് ഉച്ച 2 മണിയായി കേട്ടോ. എന്നും വീട്ടിലേക്ക് കഴിക്കുമ്പം 1 മണിക്കാരെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. ഇവിടെ വന്നപ്പോൾ 1 മണിയെല്ലാം കഴിഞ്ഞ് 2 മണിയായി. എല്ലാത്തിനും സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ നീങ്ങണമല്ലോ. അപ്പോൾ ദേ ഞാൻ ചോറ്, മത്തി വറുത്തത്, സാമ്പാർ, മെഴുക്കുവരട്ടി എല്ലാം ആയിട്ട് വന്നേക്കുന്നത്. അപ്പം ഞങ്ങൾ 2 പേരുടെ
ചോറൊക്കെ ഉണ്ണട്ടോ കേട്ടോ. ഇച്ചിരി വെട്ടം അവളാരും നോക്കുന്നില്ലെന്ന് കേട്ടോ. അപ്പൊ വിശന്നിട്ട് വയ്യെന്ന് പറഞ്ഞ പാവം ഉണ്ണട്ടോ കേട്ടോ. ഞാൻ ഒരു ഇഡലിയെങ്കിലും രാവിലെ തിന്നു, അവൾ അതും തിന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു ഏത്തപ്പഴം കണ്ട തിന്നല്ലേ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം. ടാറ്റാ.